തൂക്കത്തിലും 100 ഗ്രാം കൂടുതൽ ഉള്ളതിനാൽ ചിന്നയെ മത്സരത്തിൽ നിന്നും അയോഗ്യയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയതിനാൽ ഇപ്പോൾ കഴിഞ്ഞ 50 കിലോഗ്രാം മത്സരം റദ്ദു ചെയ്തിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയായിരുന്നവൾ. പാരീസ് ഒളിമ്പിക്സിൽ നിന്നും സ്വർണ്ണത്തിളക്കത്തിൽ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടവൾ. പക്ഷെ അവൾ എത്തിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാടകവേദിയിലേക്കാണ്. ആദ്യത്തെ ഘട്ടത്തിൽ പലർക്കും വിനേഷ് ഫോഗട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഇവിടുത്തെ നടക്കുന്ന ഇഷ്യൂവിനെ കുറിച്ചൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. നാടകം ചെയ്യാന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു നമ്മുടെ പ്രതിഷേധങ്ങളും നമ്മുടെ പ്രതിരോധങ്ങളും തന്നെയാണല്ലോ നമ്മുടെ നാടകങ്ങളും നമ്മുടെ വാക്കുകളും. അത് തീർച്ചയായിട്ടും ഒരു വെറുതെ ഒരു നാടകം കളിച്ച് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു അഡ്രസ്സ് ചെയ്യുന്ന അടയാളപ്പെടുത്തുന്ന ഒരു നാടകമായിരിക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം. പാരീസ് ഒളിമ്പിക്സിൽ അന്ന് വിനേഷ് ഫോഗട്ട് അയോഗ്യയായപ്പോൾ രാജ്യം കരഞ്ഞു. ഇന്ന് കലോത്സവ നാടകവേദിയിൽ പകരമുയർന്നത് ഹർഷാരവം. നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും 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 പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ആർക്ക് കൊള്ളുന്നവർക്ക് കൊള്ളും, കൊള്ളേണ്ടവർക്ക് കൊള്ളും. അത്രമേൽ കോഴിക്കോട് BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അരങ്ങ് തകർത്തു. വിനേഷ് ഫോഗട്ടിന്റെ ജീവിതത്തെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചു. വിനേഷ് ഫോഗട്ട് മുതൽ എല്ലാ തരത്തിലുള്ള ജെൻഡർ പൊളിറ്റിക്സ്, അതോടൊപ്പം തന്നെ റിസർവേഷൻ, ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ്, ഒട്ടനവധി പ്രശ്നങ്ങളാണ് എല്ലാ പൊളിറ്റിക്സും അതിനകത്ത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. കുട്ടികളുടെ നാടകവേദിയിൽ വലിയ പൊളിറ്റിക്സ് പറയാൻ പാടില്ല എന്നൊക്കെയാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ പറയുന്ന പൊളിറ്റിക്സിന് അതിൻ്റെ വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങളുടെ കയ്യടിയോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. സമകാലിക ചിന്തയ്ക്ക് ചേർന്നതായിരുന്നു. അശ്വയ കയ്യും മെയ്യും വിനേഷാക്കി. ഒപ്പം ക്രൂരനായ കോച്ചായി പിതയും. സാറ് ഇപ്പം ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തന്നു. ഓരോ ഡയലോഗാണെങ്കിലും ആ ഡയലോഗിൽ എടുത്തെടുത്ത് അതെന്തുകൊണ്ടാണ് ഞാൻ അത് പറയുന്നതെന്ന് എനിക്ക് സാറിങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയം തന്നെയായിട്ട് കണ്ടു ചെയ്ത് ഞങ്ങൾ തകർത്തിട്ടുണ്ട്. ഞങ്ങളെ ഭാഗം ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സൂപ്പറാക്കി. ഞങ്ങളുടെ BM ഗേൾസ് സ്കൂളിലെ ഗേൾ പവേഴ്സ് ആണ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത പോലെ നമ്മൾ സൂപ്പറാക്കിയിട്ടുണ്ട്. കലോത്സവ വേദിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ.